കുറച്ചും കൂടി കഴിഞ്ഞ് ചേർക്കും. ടൊമാറ്റോ ഇങ്ങനെ നന്നായിട്ട് അലിയാൻ തുടങ്ങി. ഇപ്പോഴാണ് ഈ മസാലപ്പൊടി ചേർക്കുന്നത്. ഒരു 3 സ്പൂൺ മസാല ഇട്ടു. ഇതെല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് അലിഞ്ഞു വരും. അപ്പോഴാണ് എല്ലാം കഴിയുമ്പോൾ അതിലേക്കാണ് നമ്മൾ ആ ചൗചൗ ചേർക്കുന്നത്. മസാല ഇട്ടു. ഈ പുതിന ഇടുമ്പോൾ നല്ല മണം വരും. ഇനിയിപ്പം പുതിന പേസ്റ്റ് ഇട്ടു. ഇൻഡോ പുതിന എന്നാണ് നമ്മുടെ വിഭവത്തിന്റെ പേര്. കുരുമുളകും കൂടി ചേർക്കാം. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കാൻ പോവാണ്. ആ പുതിനയുടെ ഒക്കെ മണം ഇങ്ങനെ ഒരു കുറുകി വരും. പുതിനയൊക്കെ എടുത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുറുകി വരും. ഇതിലാണ് നമ്മൾ ഈ ചൗചൗ ഇടാൻ പോണത്. കുറച്ച് എരിവൊക്കെ ഉള്ള ഒരു വിഭവമാണിത്. ഈ ചൗചൗ അങ്ങനെ ഒത്തിരി വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ചിത് വറ്റുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതായി കിട്ടും. അടച്ചു വെക്കാം, അല്ലെങ്കിൽ അത് തെറിക്കും. ഒരു പിടി കറിവേപ്പില, ക്യാപ്സിക്കം അല്ല എടുത്തിട്ടുള്ളത്, ഈ പൊന്തൻ മുളകാണ്. അത് ആദ്യമേ ഇടണ്ട. ഇനി തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് ക്യാപ്സിക്കം ആണെങ്കിലും അവസാനമാണ്. ക്യാപ്സിക്കം ഇട്ടാലും നല്ലതാണ്. ഇങ്ങനെ കട്ട് ചെയ്തിടാം. ഇത് അധികം ഇങ്ങനെ വെന്തലിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ സോയാ സോസിൽ ഉപ്പുണ്ട്. സോയാ സോസിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ആയിക്കഴിഞ്ഞു. ഈ ചൂട് കുറച്ചിട്ട് ബാക്കി ചേരുവകൾ ചേർക്കാം. നമ്മൾ അവസാനം ഈ പൊന്തൻ മുളക് അധികം വേകാതെ ഇങ്ങനെ കടിക്കുന്ന ഒരു പരുവത്തിൽ കിടക്കണം. ഒന്ന് വാടി, അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാം നമ്മൾ കറിവേപ്പില മാത്രമേ ഇട്ടുള്ളൂ. ബാക്കി ഇലകളുണ്ട്, അതും കൂടി ചേർക്കാം. മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ടിടാം. തീരെ ചെറുതാക്കാതെ. മല്ലിയിലേക്ക് അധികം ഇങ്ങനെ വെന്ത് പോവാതെ കഴിക്കണം. മല്ലി ചമ്മന്തിയൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ, അങ്ങനെയും മല്ലിയിലിട്ടു. ഇനി പുതിനയില. പുതിനയുടെയാണ് ഇതിൽ കൂടുതൽ മണം നിൽക്കുന്നത്. എന്താണെന്നോ, നമ്മൾ ഈ പുതിന പേസ്റ്റ് ആയിട്ടിട്ടല്ലോ, പുതിന പേസ്റ്റ് ചേർത്തത് കൊണ്ട് ആ പുതിനയുടെ മണം നിറയെ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമ്മളുടെ ചേരുവകൾ എല്ലാമായി. ഇനിയുള്ളത് സോസ് മാത്രമാണ്. സോസ് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ ആ സോസ് ഒഴിക്കുന്നത്. മുളക് നന്നായിട്ട് വെന്ത് വരണ്ട, മുളകിലേക്ക് ചേർന്നാൽ മതി. ഇപ്പം ഇതെന്താ ചെയ്യേണ്ടേ ചൗചൗ എന്ന് സംശയിക്കേണ്ട. അത് വെച്ച് നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് മെഴുക്ക് വരട്ടിയായിട്ട് യൂസ് ചെയ്യാം. കോളിഫ്ലവർ ഒക്കെ വെക്കുന്ന പോലെ. അല്ലാതെ ഇത്രയും മിൻ്റൊന്നും ചേർക്കാതെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ എന്തിനാ ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ള സംശയം വേണ്ട. ഇനി ഇത് വാങ്ങി ഉപയോഗിക്കണം. ഇനി ഇതിലേക്ക് സോസ് ചേർക്കാൻ പോവാണ്. സോയാ സോസ് ഇപ്പം ഉപ്പൊക്കെ ഒരുപാടുണ്ടെങ്കിൽ വളരെ കുറച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉള്ളൂ. കുറച്ച് ഉപയോഗിച്ചാൽ മതി. ടൊമാറ്റോ സോസ്, ഒരു ടൊമാറ്റോ നമ്മൾ ചേർത്തല്ലോ, നന്നായിട്ട് വഴറ്റി ചേർത്തു. അതുകൊണ്ട് ടൊമാറ്റോ സോസും അധികം വേണ്ട, എന്നാലും വേണം. മിൻഡോ ചൗചൗ റെഡി ആയി കഴിഞ്ഞു. അതിനെ ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. മല്ലിയിലയും പുതിനയിലയും വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കാരണം ഇതൊരു
ലീഫി ഡിഷാണ്. നമ്മളുടെ ഇന്നത്തെ വിഭവം റെഡിയായി കഴിഞ്ഞു. പുതിനയില കൂടുതലായി ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു ചൗചൗ വിഭവമാണ്. അതിൻ്റെ പേര് മിൻറ്റോ ചൗചൗ. അപ്പോൾ പുതിന പേസ്റ്റ് ആക്കി എടുത്തു. ചൗചൗ അരിഞ്ഞത് 1 കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇലകൾ 3 എടുത്തിട്ടുണ്ട്. മല്ലി, പുതിന, കറിവേപ്പില, സവാള, പിന്നെ 2 പന്തമുളക് ഉണ്ടായിരുന്നു. 1 തക്കാളി എടുത്തു. കുരുമുളകും ഉപ്പും. എന്നിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണയിട്ട് സവാള നന്നായിട്ട് വഴറ്റി, തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി, മുളകും പൊടികളും ചിക്കൻ മസാല പൊടിയാണ് ചേർത്തത്. ജീരകപ്പൊടി ചേർത്തിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടത് കുറുകി വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുതിന പേസ്റ്റും ചേർത്ത് നന്നായി ഇളക്കിയിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഇളക്കി ഈ ചൗചൗ കഷ്ണങ്ങളും ചേർത്ത് നന്നായി അടച്ചു വെച്ച് തിളപ്പിച്ചു. എന്നിട്ട് എല്ലാം റെഡിയായി കുറുകി വന്നു കഴിഞ്ഞപ്പോഴാണ് സോസ് ഒഴിച്ചത്. അപ്പോൾ സോസും ഒഴിച്ചൊന്ന് ഇളക്കിയിട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് നമുക്കത് ഉപയോഗിക്കാം. വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു വിഭവമാണിത്. ഇതിൽ കൂടുതലായി നമ്മൾ പുതിന ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് വയറിന് വളരെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലൊരു വിഭവമാണ്.